എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് സാധാരണത്തെ പോലെ തന്നെ നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടെന്ന്. പിന്നെ ഞാൻ കുളിക്കാൻ പോണേക്കാട്ടി മുന്നേ അരി കഴുകിയിട്ടുണ്ടായിരുന്നു, അതുപോലെ കടല വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ദോശ ഉണ്ടാക്കാനായിട്ടുള്ള മാവ് ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പത്തിരി ദോശയ്ക്കുള്ള മാവാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ അടുക്കളയിൽ ഒരു പുതിയ അതിഥിയെ പരിചയപ്പെടുത്താനായിട്ടുണ്ട്. ഫിൽട്രേഷൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ. ഇത് വെക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, ഷോപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് വെക്കണ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. 2 ദിവസമായി ഇത് വെച്ചിട്ട് കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ ചോറൊക്കെ ഏകദേശം വേവായിട്ടുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കുക, കടലക്കറി ഉണ്ടാക്കുക, ഇന്നലത്തെ മോരുകറി ഉണ്ട്, അതൊന്ന് ചൂടാക്കുക വേണ്ടു കേട്ടോ. ദോശ എന്ന് പറയാൻ പറ്റില്ല, നീർദോശ എന്ന് പറയും ചില സ്ഥലത്ത്, ചിലവർ അതേപോലെ വരിക്ക് ദോശ എന്ന് പറയും. ഞാൻ ഈ പത്തിരി ദോശ എന്നും പറയും കേട്ടോ. നിങ്ങൾ എന്താ പറയാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതിൻ്റെ കൂട്ടം എന്താ വെച്ചെങ്കിൽ വറുത്ത പൊടിയിലേക്ക് ജീരകവും പിന്നെ കുഞ്ഞുള്ളിയില്ലേ അതരിഞ്ഞതും അതുപോലെ നാളികേരും ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് കലക്കി വെക്കും. എന്നിട്ട് നല്ല ചൂടായ ദോശച്ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ നല്ല കനം കുറച്ച് മുരിഞ്ഞിട്ട് കിട്ടും. അതിങ്ങനെ ഓട്ട പോലെയായിട്ട് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ല മുരിഞ്ഞിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി തന്നെ വേണമെന്നൊന്നുമില്ല. ഞാൻ ഇതിലേക്ക് കറിയായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കടലയാണ് ഉപ്പേരി വെക്കണത്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തോടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് വാതിൽ തുറന്നിട്ടില്ല ഫ്രണ്ടിൽ. അപ്പം നമ്മുടെ സുടുമോൾ എന്തായി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഒരു മെച്ചിങ് എടുത്തിട്ട് വന്നിട്ട് കുത്തിരിക്കുന്നുണ്ട്. അത് പിടിച്ച് കുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എടുത്ത് കളഞ്ഞപ്പോൾ പിന്നാലെ വരണതാണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ മോരുകറി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചൂടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് കടല മുളകിടുകയാണ് കേട്ടോ. എനിക്ക് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടും കേട്ടോ. ഞാൻ ആ കറി ഒന്ന് കുറച്ച് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ ഒന്ന് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കടല വെച്ച ആ പാത്രവും നമ്മുടെ ദോശ ഉണ്ടാക്കാനായിട്ട് എടുത്ത പാത്രമൊക്കെ കഴുകി വെക്കണം. കഴുകി വെച്ചിട്ട് അവിടെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ പണികൾ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചായ കുടിച്ചിട്ട് ഷോപ്പിലേക്ക് പോകാനായിട്ട്. ഇന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റ കാരണം തന്നെ എല്ലാ പണികളും കുറച്ച് നേരത്തോടു കൂടി കഴിഞ്ഞു. കുട്ടികളെ എണീറ്റിട്ടില്ല, ഞാൻ പിന്നെ അവരെ വിളിക്കാനും പോയിട്ടില്ല കേട്ടോ. കാരണം നേരം ഉണ്ടല്ലോ, അവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ആഴത്തിൽ എണീറ്റ് ചായയൊക്കെ കുടിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് വിളിച്ചിട്ടില്ല കേട്ടോ. പിന്നത്തെ ശേഷം നമ്മുടെ ചെറിയുടെ മുകളിൽ ഇതേപോലെ കുറച്ച് കായൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പഴുത്തു. ഒരു 2-4 വട്ടമൊക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 എണ്ണേശൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിക്കുകയും ചെയ്തു, കഴിക്കുകയും ചെയ്തു. അതൊക്കെ നമുക്ക് ആ വയ്യാണ്ടായ സമയത്തായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പം അത് വീണ്ടും പൂത്തിട്ടുണ്ട്, പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു സീതപ്പഴത്തിൻ്റെയും അതുപോലെ മാതള നാരങ്ങയുടെ തയ്യും മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഇപ്പോൾ കുറച്ചായി. അമ്മയൊക്കെ വന്ന സമയത്ത് വെച്ചിട്ടുള്ളതാണ്. അതിന് ശേഷം പിന്നെ നമ്മുടെ പുറത്തുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അധികം. പേരക്കായ പൊട്ടിക്കണതും അങ്ങനെയുള്ളതൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.